ദയവു ചെയ്ത് ബാക്ക് മിററിലേക്ക് നോക്കരുത്. നിന്റെ വണ്ടിയിൽ ഇപ്പോൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ഒരു മനുഷ്യനല്ല. അയാൾ പറയുന്ന വഴിക്ക് വണ്ടി വിടരുത്. ഹലോ ഹലോ. പെട്ടെന്ന് ഫോൺ കട്ടാകുന്നു. ഫോണിലൂ കിട്ടിയ മുന്നറിയിപ്പ് കേട്ട് വിവേക് ഞെട്ടിത്തിരിച്ചു പോകുന്നു. വലിയൊരു അപകടത്തിലാണ് താൻ വന്നുപെട്ട ഇരിക്കുന്നത് എന്ന് അവൻ മനസ്സിലായി. അവന്റെ സ്റ്റിയറിംഗ് പിടിച്ചിരുന്ന കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ അറിയാതെ തന്നെ ബാക്ക് മിററിലേക്ക് നോക്കാൻ ശ്രമിക്കുകയാണ്. ബാക്ക് സീറ്റിലെ രഹസ്യം. ഫോൺ കട്ടായി. കാറിനുള്ളിൽ കട്ട നിശബ്ദത. നായകന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പുതുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഫോൺ വിളിച്ചയാൾ പറഞ്ഞത് അവന്റെ തലയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്: ബാക്ക് മിററിലേക്ക് നോക്കരുത്. പക്ഷേ മനുഷ്യസഹജമായ ആ ഒരു ആകാംക്ഷ അവനെ തടയുന്നില്ല. അവൻ അറിയാതെ പതിയെ കണ്ണുകൾ ഉയർത്തി ആ ബാക്ക് മിററിലേക്ക് നോക്കുന്നു. മിററിലൂടെ അവൻ ബാക്ക് സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. സീറ്റ് പാടെ വിജനമാണ്. നായകൻ ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസം വിടുന്നു. ആരോ വെറുതെ പണി തന്നതാവും ഈ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷേ അവൻ കാറിന്റെ ലെഫ്റ്റ് സൈഡിലെ വിൻഡോ ഗ്ലാസിലേക്ക് നോക്കുമ്പോൾ ആ ഗ്ലാസിലെ പ്രതിഫലനത്തിൽ ഇരിക്കുന്നു ആ കറുത്ത കോട്ടിട്ട രൂപം. ബാക്ക് സീറ്റിൽ ആളുണ്ട്, പക്ഷേ അത് കാറിന്റെ കണ്ണാടിയിൽ മാത്രം കാണുന്നില്ല. അതാ അയാൾ കാറിന് വെളിയിൽ നിൽക്കുന്നു. നായകന്റെ ചോര തണുത്തുറഞ്ഞു പോകുന്നു. ഒന്നു കണ്ണ് ചിമ്മിയപ്പോഴേക്കും അയാളെ വെളിയിൽ കാണുന്നില്ല. ഞാൻ എന്റെ ഏടാകൂടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം എന്റെ തോന്നലുകൾ മാത്രമാണോ? പെട്ടെന്ന് വണ്ടിയുടെ ഉള്ളിലെ എയർ കണ്ടീഷണർ തനിയെ സ്പീഡ് കൂടുന്നു. കാറിനുള്ളിൽ -ഡിഗ്രി തണുപ്പ്. വിവേകിന്റെ വായിൽ നിന്ന് ശ്വാസമെടുക്കുമ്പോൾ പുക വരുന്നുണ്ട്. വണ്ടിയുടെ ഡാഷ്ബോർഡിലെ ലൈറ്റുകൾ ഒക്കെ തനിയെ മിന്നി കത്താൻ തുടങ്ങുന്നു. പെട്ടെന്ന് ആ ബാക്ക് സീറ്റിൽ നിന്ന് ഒരു കനത്ത ശബ്ദം വരുന്നു. ആദ്യമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ബാക്ക് സീറ്റിലെ രൂപം വളരെ ശാന്തമായി. ഒട്ടും ഭാവഭേദമില്ലാതെ: നീ ഒരിക്കലും ഇനി വണ്ടി നിർത്തില്ല എന്ന് വിചാരിച്ചതാ. പക്ഷേ നീ നിർത്തി. ഇനി ഞാൻ പറയുന്നിടത്ത് എത്തിക്കാതെ നിനക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല വിവേക്. നായകൻ ഞെട്ടി വിറയ്ക്കുന്നു. കാരണം അവൻ ആ അജ്ഞാതനോട് സ്വന്തം പേര് പറഞ്ഞിട്ടേയില്ല.